തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്ന 23 ഭീകരരെ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പ്രത്യേക ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് അവരെ തീവ്രവാദികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടെ ഇന്ത്യ UAPA നിയമപ്രകാരം വ്യക്തിഗത ഭീകരരായി പ്രഖ്യാപിച്ചവരുടെ ആകെ എണ്ണം 80 ആയിരിക്കുകയാണ്. 2019 ഓഗസ്റ്റിൽ UAPA നിയമത്തിൽ കൊണ്ടുവന്ന ചരിത്രപരമായ ഭേദഗതിക്ക് ശേഷമാണ് സംഘടനകൾക്ക് പുറമെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ നേരിട്ട് ഭീകരരായി പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് ലഭിച്ചത്. ഇതിനു മുമ്പ് ഭീകര സംഘടനകളെ മാത്രമേ നിയമപരമായി നിരോധിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പുതിയ പ്രഖ്യാപനത്തിലൂടെ ഈ 23 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാനും ആയുധ ഇടപാടുകൾക്ക് വിലക്കേർപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇവരുടെ പേരിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ദേശീയ അന്വേഷണ ഏജൻസിയായ NIA അടക്കമുള്ള സുരക്ഷാ വിഭാഗങ്ങൾക്ക് പൂർണ്ണമായ നിയമപരമായ അധികാരം ലഭിക്കും. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പിന്തുണയോടെ ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഡ്രോണുകൾ വഴി ആയുധങ്ങളും മയക്കുമരുന്നും കടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണുകളാണ് പുതിയ പട്ടികയിലുള്ള ഭീകരരെല്ലാമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുകയാണ്. ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ സമീപകാലത്ത് വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ അത് തടയുന്നതിനും ഭീകരവാദത്തിന്റെ വിതരണ ശൃംഖല പൂർണ്ണമായും തകർക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായാണ് അടിയന്തരമായി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 23 പേരിൽ 11 പേർ ജമ്മു കാശ്മീർ സ്വദേശികളാണെന്നും ഇവർ നിലവിൽ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒളിവിൽ കഴിഞ്ഞാണ് ഇന്ത്യക്കെതിരെ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നതെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാശ്മീരിലെ യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുക, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം സുഗമമാക്കുക, ഭീകരവാദത്തിനായുള്ള ഫണ്ട് ശേഖരണം, ആയുധക്കടത്ത് എന്നിവയിൽ ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ ലോജിസ്റ്റിക് സഹായങ്ങൾ ഒരുക്കുക എന്നിവയാണ് ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾ. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ മുതിർന്ന കമാൻഡറായ മസൂദ് ഇല്യാസ് കാശ്മീരിലാണ് ഈ പ്രധാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ. പാക് അധീന കാശ്മീരിലെ റാവൽകോട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇയാൾ 2022 ഏപ്രിൽ 22 ജമ്മുവിലെ സുച്ചാനിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു പ്രധാന സൂത്രധാരനാണ്. ഇതേ ആക്രമണത്തിൽ പങ്കാളിയായ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന നുഴഞ്ഞുകയറ്റ സൂത്രധാരൻ മുഹമ്മദ് മുസാദ് ഖാൻ എന്ന ഡോക്ടർ 2016 നവംബർ 29 ജമ്മുവിലെ നഗ്രോധ ആർമി ക്യാമ്പ് ആക്രമിച്ച കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുസ്തഫി അഹമ്മദ് അസർ, അതോടൊപ്പം തന്നെ അബുസാദ് എന്നിവരും ഈ പട്ടികയിലുണ്ട്. കൂടാതെ ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ ഫിർദോസ് അഹമ്മദ് ഭട്ട്, ഫറൂൺ ഷാഹിദ് ഗനായ്, ബിലാൽ അഹമ്മദ് മിർ, അതോടൊപ്പം ആബിദ് ഖയും, അതോടൊപ്പം ലോൺ നാസർ, അഹമ്മദ് ഗുജർ, അബ്ദുൾ നൌഫ് എന്നിവ എന്നറിയപ്പെടുന്ന ഹഫീസ് അബ്ദുൾ എന്നിവരെയാണ് ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട തീവ്രവാദികൾ എന്നാണ് പറയുന്നത്. അതായത് ഇനി ഇവരെ എവിടെ വെച്ച് കണ്ടാലും സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക എന്ന രീതിയിലേക്ക്, അതായത് അതീവ സുരക്ഷാ രീതിയിലേക്കാണ് ഇവരെ സ്പോട്ടിൽ തന്നെ കൊല്ലാനുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്.